ഈ ഒരു 50 വയസ്സിലും ഇതുപോലെ തിക്കായിട്ടുള്ള കറുത്ത മുടി നിങ്ങൾക്ക് സ്വന്തമാക്കണോ? ഒരു നര പോലും വരാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ അകാല നര തടയാനായിട്ടും ഡാൻഡ്രഫും സ്പ്ലിറ്റ് ആൻഡ് ഹെയറും ഒക്കെ മാറി മുടി സമൃദ്ധമായിട്ട് വളരാനായിട്ടുമുള്ള നല്ലൊരു ഹെയർ ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല രീതിയിൽ നമ്മുടെ മുടി വേരുകളെ കറുപ്പിക്കാനായിട്ടും റൂട്ടിൽ നിന്ന് തന്നെ മുടി പിന്നീട് വരുന്ന മുടികളെല്ലാം നല്ല കറുപ്പ് നിറമായിട്ട് കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. ഇത് നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അത്രയ്ക്കും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ തേക്കുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എൻ്റെ മുടിയാണിത് കേട്ടോ. ഞാൻ എൻ്റെ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഓയിലാണ്. ഇതൊരു പാരമ്പര്യ ഓയിലാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഉമ്മച്ചി എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മുടിയിൽ തേച്ച് തന്ന കൂട്ടുകൾ ഉപയോഗിച്ചാണ് ഞാൻ തയ്യാറാക്കിയതെങ്കിലും അതിനകത്ത് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഞാൻ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തതും. ഇപ്പം പല സ്ഥലങ്ങളിലേക്കും പുറത്തോട്ടൊക്കെ നമ്മുടെ ഈ ഓയിൽ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഇപ്പോൾ എല്ലാവർക്കും നരച്ച മുടി ഒരു പ്രശ്നമാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ ഇത് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ആർക്ക് വേണമെങ്കിലും തേക്കാം, പ്രായഭേദമന്യേ. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ മുടിയൊക്കെ വെളുത്ത മുടിയൊക്കെ പിന്നീട് വരുന്ന മുടികളൊക്കെ നല്ല കറുത്ത മുടിയായിട്ട് വരും ഈ ഓയിൽ തേക്കുന്നത് മൂലം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. കുറേ പച്ചമരുന്നുകളും ഒക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം നമ്മൾ ഇന്ന് ഇളക്കി പാകമാക്കിയാണ് ഈ ഒരു ഓയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് 1/2 ലിറ്റർ മുതലാണ് ആ ഒരു ഓയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം 1/2 ലിറ്റർ ഓയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വേണ്ടവർ ഈ ഒരു ഹെയർ ഓയിലിന് വേണ്ടി വാട്സപ്പിൽ വരിക കേട്ടോ. അടുത്തത് നമ്മുടെ ഒരു ഫെയർനെസ് ഓയിലാണ്. ഇത് രണ്ടും ജെയ്മീസ് ഫെയർനെസ് ഓയിൽ ആൻഡ് ജെയ്മീസ് ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഫെയർനെസ് ഓയിൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും കലകളും ചുളിവുകളും മാറ്റി പ്രായാധിക്യത്തെ കുറച്ച് കാണിച്ച് നമ്മൾ സുന്ദരിയാവാനായിട്ടും അത്യാവശ്യം നമുക്ക് ബ്രൈറ്റ് കൊടുക്കാനായിട്ടും മുഖത്തിന് തിളക്കം കൊടുക്കാനായിട്ടും നമ്മുടെ പിഗ്മെൻറ്റേഷനും കരിവാളിപ്പും ഒക്കെ മാറി മുഖം നല്ല രീതിയിൽ തിളങ്ങാനായിട്ടുമുള്ള, അതായത് നമുക്ക് നല്ല ഗ്ലോ കിട്ടും. ഈ ഒരു ഡിസംബർ മാസത്തിലൊക്കെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒത്തിരി നല്ലതാണ്. ഓൾ ടൈപ്പ് സ്കിന്നിന് യൂസ് ചെയ്യാവുന്ന ഒരു കെമിക്കലും ചേർക്കാതെയാണ് ഈ 2 ഓയിലും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഫെയർനെസ് ഓയിൽ അത്രയ്ക്കും നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. മൊത്തം ശരീരത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ കൈകാലുകളിലും കറുപ്പുള്ള ഭാഗങ്ങളിലും ഒക്കെ, അതായത് അണ്ടർആംസിലെ കറുപ്പും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നെക്കിലെ കറുപ്പും ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ തേച്ചിട്ട് 20 മിനിറ്റ് ശേഷം ചെറുപയർ പൊടിയോ കടലമാവോ ഇട്ട് ഉരച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആ കറുപ്പ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ നന്നായിട്ട് മാറാനായിട്ട് ഈ ഒരു ഫേസ് മസാജ് ഓയിൽ വെച്ച് മസാജ് ചെയ്യുക. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും തേക്കാം, ദേഹം മൊത്തം തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഒക്കെ സഹായിക്കുന്ന, ക്രമേണ നല്ല മുഖത്തിന് ബ്രൈറ്റ്നസ്സും ഗ്ലോയും എല്ലാം കിട്ടാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഫെയർനെസ് ഓയിലാണ്. 100 മില്ലി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മസാജിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, കൊടുത്തവർക്കെല്ലാം റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 ഓയിലും നല്ല റിസൾട്ടാണ്. ഇതാണ് നമ്മുടെ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്ത് ഓർഡർ അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നല്ല കട്ട കറുപ്പാണ് ഈ ഓയിലിന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ തലയിൽ തേച്ചിട്ട് ഈ ഓയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കുമുള്ള അകാല നര പ്രശ്നം മാറിക്കിട്ടാനായിട്ടും മുടി, അതായത് ചാണ പോലുള്ള സ്ഥലങ്ങളിൽ വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഓയിൽ തേച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മുടി പൊട്ടിക്കിളുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. വെറുതെ ഒരു ഓയിൽ കൊണ്ട് തേച്ചാൽ ഒന്നും റിസൾട്ട് കിട്ടത്തില്ല. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കണം. ഓയിൽ വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും എങ്ങനെ അത് തേക്കണം ഇതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരും. ഈ ഓയിൽ കയ്യിൽ തേക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പാണ് നമ്മുടെ കൈക്ക് തന്നെ കിട്ടുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ. രക്തചന്ദനം, അതുപോലെ തന്നെ ചന്ദനക്കട്ട, വെമ്പായ, നാഗപ്പൂവ്, ബീട്രൂട്ട്, ക്യാരറ്റ്, കുങ്കുമപ്പൂവ്, പിന്നെ അങ്ങനെ ഒത്തിരി ഇരട്ടി മധുരം, ഒത്തിരി സാധനങ്ങൾ, ഒത്തിരി പച്ചമരുന്നുകളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കി തയ്യാറാക്കുന്ന ഒരു ഫെയർനെസ് ഓയിലാണ്. ഇത് നമ്മുടെ മുഖത്തെ കളറുണ്ടാവാനായിട്ടും കരിവാളിപ്പും കറുത്ത പാടുകളും ഒക്കെ മാറിക്കിട്ടാനായിട്ടും നമ്മുടെ ഈ ഒരു ഏജ് ഉള്ളവർക്കൊക്കെ ഒരുപാട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒരു ഫെയർനെസ് ഓയിലാണ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 3 വയസ്സ് കുഞ്ഞു കുട്ടികൾ, കളറില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാം.
അപ്പം നല്ല റിസൾട്ടാണ് ഈ ഓയിലിന്. അപ്പോൾ ഇതും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും ഒരു മണിക്കൂറോളം ഇത് കാച്ചിയെടുത്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് യാതൊരു കെമിക്കലും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം. ദേഹം മൊത്തം തേക്കാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. നമ്മുടെ ഡ്രൈനെസ് മാറാനായിട്ടും ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പെട്ടെന്ന് ചുളിവുകൾ ഉണ്ടാകുന്ന പെട്ടെന്ന് കുറയും. കാലിലെ ചുളിവുകളും കൈയിലെ ചുളിവുകളും ഒക്കെ മാറി നല്ല രീതിയിൽ നമ്മുടെ കാലും കൈയൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ടും മുഖമൊക്കെ ബ്രൈറ്റായിട്ട് ഗ്ലോ ചെയ്ത് തിളങ്ങാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും എല്ലാം സഹായിക്കുന്ന അടിപൊളി ഒരു ഫെയർനെസ് ഓയിലാണിത്. അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വരിക. ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ അവിടെ പറയുന്നതായിരിക്കും. പുറത്തോട്ടൊക്കെ എല്ലാ ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട്. ബാംഗ്ലൂർ, അതുപോലെ തന്നെ ആന്ധ്രയെ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, പിന്നെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഡയറക്റ്റ് അയക്കത്തില്ല. അതായത് നമ്മൾ നാട്ടിൽ വരുന്നവരൊരു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, ആവശ്യക്കാർക്ക് മാത്രം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണിത്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അതൊക്കെ ആക്കുന്നതായിരിക്കും. മാഷാ അല്ലാ, നമ്മുടെ ഈ 2 ഓയിലും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഓയിലും വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി. ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു സ്മെല്ലിന് വേണ്ടി പോലും ഒരു കെമിക്കലും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത് രണ്ടും വേണ്ടവർ വാട്സപ്പിൽ വരിക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.